മോഹൻലാലിൻ്റെ സിനിമ തുടരും വലിയ ജനപ്രീതി ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് നമ്മളോട് പ്രശസ്ത സംവിധായകനായ ശ്രീ ജോസ് തോമസ് ഉണ്ട്. ജോസ് തോമസിനെ നിങ്ങൾക്ക് എടുത്ത് പരിചയപ്പെടുത്തേണ്ട ആളൊന്നുമല്ല. സാദരം, അതുപോലെ തന്നെ മാട്ടുപ്പെട്ടി മച്ചാൻ, ശൃംഗാരവേലൻ, മായാമോഹിനി, അങ്ങനെ ഒരുപിടി ജനപ്രിയ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു. സാർ, ആദ്യം ABC-ലേക്ക് സ്വാഗതം. സ്വാഗതം. സാർ, ഇപ്പോൾ ഈ മലയാള സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു താരത്തെ ചൊല്ലി ഒരുപാട് വിവാദം, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്. ഇപ്പോഴാണ് തുടരുമെന്ന സിനിമ ഇറങ്ങിയത്. ഈ തുടരുമെന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ദൃശ്യത്തിലെ മോഹൻലാലിന്, പിന്നെ ഈ പറയുന്ന എമ്പുരാനിലെ മോഹൻലാലിനുണ്ടായ മകൻ എന്നൊക്കെ പറഞ്ഞ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടി. എന്താണ് സാറിന് തോന്നുന്നത്? ഞാൻ ആ സിനിമ ഇന്നലെ കണ്ടയാളാണ്. കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് മോഹൻലാൽ മനുഷ്യനായി അവതരിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഇടക്കാലത്ത് മോഹൻലാലിനെ ഈ വെണ്ണിലെ താരകമായിട്ട് ഒക്കെ കൊണ്ടു നടക്കുകയാണ്. മനുഷ്യപ്പറ്റില്ലാത്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു എന്ന് വേണം പറയാൻ. കാരണം കോടികൾ മുടക്കിയ സിനിമ എന്നൊക്കെ പറയും, ബ്രഹ്മാണ്ഡ സിനിമ, പാൻ ഇന്ത്യൻ സിനിമ, ലോക സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെ വേഷം കെട്ടിച്ച് വന്ന സിനിമകളിൽ നിന്നും പച്ച മനുഷ്യനായിട്ടുള്ള, അതായത് നമ്മുടെ സമൂഹത്തിൽ കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രമായി മോഹൻലാൽ ചെയ്തിരിക്കുന്നു. ഇത് ദൃശ്യത്തിലെ ജോർജ് കുട്ടി ഉണ്ടായിരുന്നു. ദൃശ്യത്തിലെ ജോർജ് കുട്ടി ശരിക്കും വളരെ ബുദ്ധിമാനായ ഒരു സാധാരണക്കാരനായിരുന്നു. അതെ. എന്നാൽ ഇതിൽ മക്കളെ സ്നേഹിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ ഒരു അച്ഛൻ, അതും പത്തനംതിട്ട പോലൊരു നാട്ടിൻപുറത്ത് ഒരു ടാക്സി ഡ്രൈവറല്ല, പ്രൈവറ്റ് വണ്ടി ടാക്സി പോലെ ഓടിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഞാനതിൻ്റെ സ്പോയിലറാകും, അതുകൊണ്ട് കഥയൊന്നും പറയുന്നില്ല. പക്ഷേ മോഹൻലാലിൻ്റെ അഭിനയം ഈ സ്ക്രീനിലല്ലാതെ അടുത്തു നിന്ന് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. സിബി മലയിലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഈ ഭരതൻ തുടങ്ങി ധനം, കമലദളം, അങ്ങനെ എത്രയോ സിനിമകൾ. ആ സിനിമകളിലൊക്കെ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഈ മനുഷ്യൻ്റെ ഭാവാഭിനയം കാണുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? ജന്മം കൊണ്ട് കിട്ടിയതാണെന്ന് നമുക്കറിയാം. ചിലർ ആക്ടിങ് പരിശീലിച്ച് സൂപ്പർ സ്റ്റാർ ആയവരൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഇൻബോൺ ടാലൻ്റാണ്. അപ്പോൾ ആ മനുഷ്യൻ പിന്നീട് ചില സിനിമകളിൽ എന്താണ് പറയുക, ഞാൻ ഈ പറഞ്ഞതുപോലെ പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറഞ്ഞ് കുറേ കെട്ടുകാഴ്ചകൾ ചെയ്യുന്നതായി കണ്ടപ്പോൾ സങ്കടം തോന്നി. അതിനിടയ്ക്ക് അദ്ദേഹം ഒടിയൻ ചെയ്തപ്പോൾ എന്തോ ട്രീറ്റ്മെൻറ്റ് നടത്തി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ചില ഭാവ പ്രകടനങ്ങളൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് താടി വെച്ചിരിക്കുന്നത്. ഒരുപാട് എന്താണ് പറയുക, കിംവദന്തികൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് തുടരുമെന്ന സിനിമ. ഞാൻ ആ സിനിമയെ കാണുന്നത് അതിൻ്റെ ഒരുപാട്, ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ആ നടനെ തിരിച്ചു കൊണ്ടുവന്ന ആ സംവിധായകനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാനൊരു സംവിധായകനായതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത്. തരൺമൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഓപ്പറേഷൻ ജാവ എന്ന സിനിമയാണ്. അത് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ, ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും പറയുകയാണ്, ഇയാളൊരു മലയാളത്തിൽ തിളങ്ങാൻ പോകുന്ന ഒരു സംവിധായകനാണ്. ബാലു വർഗീസ് എന്ന് പറയുന്ന നടൻ, തുലവും പുതുമുഖമായിട്ടുള്ള ലുക്മാൻ അബ്രാൻ, ഇവരെ രണ്ടുപേരെയും നായകന്മാരാക്കിയാണ് ആ സിനിമ ചെയ്തത്. പക്ഷേ ജനപ്രിയ സിനിമയായിരുന്നു. ഒരു സംവിധായകൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് അതാണ്. തുടക്കം മുതൽ മനുഷ്യനെ ആ സിനിമയിലേക്കും ആ കഥാപാത്രങ്ങളിലേക്കും ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞൊരു, അടുപ്പിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊരു സംവിധായകൻ്റെ മിടുക്ക് തന്നെയാണ്. പല സിനിമകളും പരാജയപ്പെടുന്നതും ചിലപ്പോൾ സബ്ജക്റ്റിന് സെലക്ഷൻ മാത്രമല്ല, അത് നല്ല രീതിയിൽ ചെയ്യാൻ അറിയാത്തതുകൊണ്ടും ചില സിനിമകൾ പരാജയപ്പെടും. എന്നാൽ തരുൺമൂർത്തി ആദ്യ സിനിമയിൽ തന്നെ കയ്യൊപ്പ് ചാർത്തി. പിന്നീട് സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്ന സിനിമ, അതും അവാർഡുകളൊക്കെ കിട്ടിയ സിനിമയാണ്, ഹൃദയസ്പർശിയായ സിനിമയാണ്. അതെ. മോഹൻലാലിനെ നായകനാക്കി അദ്ദേഹം സിനിമ ചെയ്യുമ്പോൾ ഏത് ജോണറിലുള്ള സിനിമയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ഇതൊരു കുടുംബ സിനിമയാണ് കേട്ടോ, കുടുംബ സിനിമയാണ്, പക്ഷേ കണ്ണ് നിറയിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ. മോഹൻലാൽ, ഞാൻ പറഞ്ഞല്ലോ, പഴയ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നുവെന്ന് എടുത്തു പറയാൻ പറ്റുന്ന സിനിമയാണ് തുടരും. പിന്നെ ആ സിനിമയെക്കുറിച്ച് പറയാൻ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, മോഹൻലാലിൻ്റെ ഭാര്യയായിട്ട് ശോഭനയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ ഇന്നലെ തിയേറ്ററിൽ ചെല്ലുമ്പോൾ കണ്ട അത്ഭുതകരമായ കാഴ്ച, ഒരു എബവ് 40-45 ആൾക്കാരാണ് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നത്. കാരണം അവരുടെ മനസ്സിൽ മോഹൻലാൽ ശോഭന എന്ന് പറയുന്ന ആ ജോഡിയുണ്ടല്ലോ, അതങ്ങ് മനസ്സിൽ പതിഞ്ഞു പോയിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 17 വർഷത്തിന് ശേഷമാണ് അവരൊന്നിച്ച് അഭിനയിക്കുമ്പോൾ എന്താണ് ആ കെമിസ്ട്രി, ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള മനുഷ്യരുടെ ഒരു ആകാംക്ഷ. അത് ഞാൻ പറഞ്ഞതാണ്, 40-45 വയസ്സിന് മുകളിലേക്കുള്ളവരാണ് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് ഇടയ്ക്ക് കൈമോശം വന്നു എന്ന് പറയുന്ന ഒരു തനിമയൊക്കെ ഇല്ലേ, അത്
നഷ്ടപ്പെട്ടിട്ടില്ല. തരുൺമൂർത്തിയെ പോലുള്ള ചില സംവിധായകർ അത് മലയാളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ചേട്ടൻ അല്ലെ സഹോദരൻ അല്ലെ അയൽപ്പക്കക്കാരൻ അങ്ങനെയൊക്കെയായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു താരം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടായ സങ്കല്പം. സാർ നേരത്തെ പറഞ്ഞ പോലെ ചില അമാനുഷിക കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ പോയപ്പോൾ പതുക്കെ പതുക്കെ ഈ പറയുന്ന 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ മനസ്സിൽ നിന്ന് ഉൾപ്പെടെ അവർ അകന്നുപോയി. ഈ അകന്നുപോയ മോഹൻലാലിനെ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ വിവാദത്തിലായ നിൽക്കുന്ന ഒരു സമയത്ത് ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് ഈ ചിത്രം വരുന്നത്. അപ്പോൾ പെട്ടെന്ന് പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന് പ്രേക്ഷകർ ആസ്വാദകരൊക്കെ സന്തോഷിക്കുന്നു. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. അതായത് മോഹൻലാൽ എന്ന് പറയുന്നത് മലയാളികളുടെ സ്വന്തമാണ്. അവർക്ക് ഒരു സിനിമ മോശമായാലും മോഹൻലാലിനെ അവർ വെറുക്കുന്നില്ല. അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇത്രയും വിവാദം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അയാളുടെ സിനിമ കാണുന്നില്ല എന്ന് ജനം വിചാരിക്കണ്ടേ? അതെ, അത് വിചാരിച്ചിട്ടില്ല. അത്രയും മനസ്സിൽ സൂക്ഷിക്കുന്ന, ജനങ്ങൾ മനസ്സിലേറ്റി നടക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സിനിമയിൽ എപ്പോഴും ഇപ്പോൾ തമിഴ് സിനിമ, രജനീകാന്ത്, വിജയ്, അവരൊക്കെ മാസ് മസാല എന്ന് പറയുന്ന സിനിമകൾ ചെയ്യുന്നവരാണ്. തിയേറ്ററിൽ ആളുകൾ കൈയടിക്കാനും പൂക്കൾ വാരി വിതറാനും ഇതൊക്കെ ചെയ്യുന്ന കാലത്ത് നമ്മൾ ചിലപ്പോൾ അവരെ കളിയാക്കിയിട്ടുണ്ട്. തമിഴന്മാരുടെ സിനിമ, അതെ, പാണ്ഡ്യ സിനിമ എന്നൊക്കെ അങ്ങനെ കളിയാക്കുന്നത്, തിയേറ്ററിലെ ബഹളം കാണും. പണ്ട് ഞാനൊക്കെ ചെന്നൈയിലുള്ള സമയത്ത്, അന്ന് മദ്രാശിയാണ്, ഈ ഇയാൾക്ക് രജനീകാന്തിനും കമലഹാസനും ഒക്കെ ഫാൻസ് അസോസിയേഷൻ ഞങ്ങൾ കളിയാക്കുമായിരുന്നു, പാണ്ഡ്യകളുടെ വീർതിത്തരങ്ങൾ. എന്നാൽ കാലങ്ങൾക്ക് ശേഷം മലയാളത്തിലേക്ക് അത് വന്നു. അതെ, അപ്പോൾ ആരാ മലയാളികൾ ബുദ്ധിമാന്മാരാന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഈ ഫാൻസ് അസോസിയേഷനുകൾ എന്ന് പറയുന്നത് ചിലർ പറയുന്ന പോലെ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, കാശ് കൊടുത്ത് സന്തോഷിപ്പിച്ച് ആളുകളെ കൂടെ നിർത്തിയിരിക്കുന്നതാണെന്ന് പറയുന്നു. അതെന്തുമായിക്കൊള്ളട്ടെ. എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാലോ മമ്മൂട്ടിയോ അങ്ങനെ ചില നടന്മാർ മലയാളത്തിന് സ്വന്തമാണ്. അവരുടെ നല്ല സിനിമ വരുമ്പോൾ ജനങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ്. എന്നാൽ അവരുടെ മോശം സിനിമ വരുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഇവർ ഇത്തരം സിനിമകളിൽ പോയി അഭിനയിക്കുന്നത്? എന്നൊരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ചില ബന്ധങ്ങളുടെ പുറത്ത് അല്ല ചില സബ്ജക്റ്റ് കേൾക്കുമ്പോൾ കൊള്ളാമെന്നു പിന്നെ നമ്മൾ വിശ്വസിക്കുകയാണല്ലോ, അതിൻ്റെ തിരക്കഥാകൃത്തിനെയോ സംവിധായകനെയൊക്കെ വിശ്വസിക്കുകയല്ലേ. അവർ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇത് ശരിയായില്ല എന്ന് തോന്നിയാലും അങ്ങനെ കമ്മിറ്റ് ചെയ്തു പോയതുകൊണ്ട് ആ സിനിമ അഭിനയിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ ഒരു മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. അത് മോഹൻലാൽ ഒരുപാട് സിനിമകളും മോശം സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തുടരും എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഈ മോഹൻലാലും ശോഭനയും കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ താരപ്പൊലിമയുള്ളവരില്ല. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ബ്രഹ്മാണ്ഡ സിനിമയെന്ന് പറയുന്നതിൽ ഹോളിവുഡിൽ നിന്നും ബോളിവുഡിൽ നിന്നും ഒക്കെ നടന്മാരെ കൊണ്ടുവരുന്നു. അത് ഒരു ക്രേസാണല്ലോ. മലയാളികൾ അഭിനയിച്ചാൽ പോരാ, ചില വില്ലന്മാരെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്നാലേ അതൊരു പാൻ ഇന്ത്യൻ സിനിമയാവുള്ളൂ, സിനിമയ്ക്ക് ഒരു വലിപ്പം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതൊന്നുമല്ല. എന്തോ ഒരു ആർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിരുന്ന ആളാണ് ഇതിലെ മെയിൻ വില്ലൻ. അദ്ദേഹത്തിൻ്റെ പേര് ഒരു വർമ്മ, പോലീസായിട്ടായിരുന്നു. പോലീസായിട്ട്. എന്ത് മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നടന്മാരെ കണ്ടെത്താനുള്ള, കഥാപാത്രങ്ങളെ, അഭിനേതാക്കളെ കണ്ടെത്താനുള്ള ഒരു മികവ് തരുൺമൂർത്തിക്കുണ്ട്. ഇനി അടുത്ത സമയത്ത് തരുൺമൂർത്തി ഞങ്ങളുടെ സംഘടന ഒരു ചലച്ചിത്ര ക്യാമ്പ് നടത്തിയിരുന്നു, ഒരു തിരക്കഥാ ക്യാമ്പ്. അതിലൊരു സെഷൻ ചെയ്തത് തരുൺമൂർത്തിയാണ്. അപ്പോൾ ഞാനായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ. അപ്പോൾ തരുൺമൂർത്തി അന്ന് പറഞ്ഞു, ഞാനൊരു കഥാപാത്രത്തെ തേടി, അദ്ദേഹം സൗദി വെള്ളക്കയുടെ കാര്യമാണ് പറഞ്ഞത്, ഞാനൊരു കഥാപാത്രത്തെ, അതിൻ്റെ അമ്മൂമ്മയായിട്ട് അഭിനയിക്കാൻ ഒരു ആർട്ടിസ്റ്റിനെ തപ്പി ഒരുപാട് നടന്നു. അങ്ങനെ ഒരു നടിയെ തീരുമാനിച്ചു. പക്ഷേ അവർ കൊറോണ വന്ന് അവർ മരിച്ചു. പിന്നീട് 6-8 മാസം അന്വേഷിച്ച് നടന്നിട്ടാണ് ഒരാളെ കണ്ടെത്തിയത്, പുതിയ ആളെ. അപ്പോൾ അതിനുവേണ്ടി ഉള്ള ശ്രമം നടത്തുന്ന ആളാണ് തരുൺമൂർത്തി. അങ്ങനെയാണ് ഇതിൽ ഞാൻ ഈ പറയുന്ന സിയുടെ കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. പുതുമുഖമായ ആളാണ്, പക്ഷേ അസാമാന്യമായി പെർഫോം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു പെർഫോമൻസ് ചോദിച്ച് മേടിക്കുക എന്ന് പറഞ്ഞൊരു സംവിധായകൻ്റെ മെടുക്കാണ്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ചെറിയ വേഷങ്ങൾ, ഇപ്പോൾ ഇർഷാദ് അഭിനയിച്ചിട്ടുണ്ട്, മണിയമ്പിള്ള കണ്ണ് നിറയിക്കുന്ന രീതിയിൽ അഭിനയിച്ചിരിക്കുന്നു. പുതിയ മോഹൻലാലിൻ്റെ മകളായിട്ടൊരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് ആ കുട്ടിയുടെ പേരറിയില്ല. മകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന 1-2 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള പയ്യനാണ്. ഇവരൊക്കെ അതിമനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇവരുടെ മറ്റ് സിനിമകളിലെ ചില പെർഫോമൻസ് കാണുമ്പോഴാണ് ഇതിലെത്രത്തോളം മനോഹരമായിരിക്കും അറിയാം. അതാണ് ഞാൻ ആ സംവിധായകൻ്റെ ഒരു മികവ് എന്ന് പറയുന്നത്.
ഈ തമിഴിലെയും തെലുങ്കിലെയും ഒക്കെ മാസിനെ അനുകരിച്ച് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളെ അനുകരിച്ച് മലയാളത്തിൽ കൂടുതൽ സിനിമ ഉണ്ടാകുന്നു. മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാർ അത്തരം സിനിമകളിലെ പ്രലോഭനങ്ങൾ വീണു പോവുകയോ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആവുകയോ ചെയ്യപ്പെടുന്നു. പക്ഷേ അതല്ല മലയാളിക്ക് വേണ്ടത്. ഇത്തരത്തിലുള്ള ഹൃദയസ്പർശിയായ ഗ്രാമീണ പശ്ചാത്തലമുള്ള നമുക്ക് ചുറ്റും നടക്കുന്ന കഥയും കഥാപാത്രങ്ങളുമാണ് എന്ന് വീണ്ടും നമ്മുടെ പ്രേക്ഷകർ അവരെ അറിയിക്കുകയാണ് അല്ലേ തിയേറ്ററിലെ തിരക്ക് കാണുമ്പോൾ. ഇത് മലയാളി പ്രേക്ഷകരെ അറിയാത്ത ആളുകളാണ് ഈ മാസ് മസാല എന്ന് പറഞ്ഞു പോകുന്നത്. അവർ തെലുങ്കോ തമിഴോ കാണുമ്പോൾ, ഇപ്പോൾ തെലുങ്കൊക്കെ മൊഴി മാറ്റി വരുന്നുണ്ട്, അതെ, അവർ ആ ഭാഷയിലുള്ള ആ കൾച്ചറിലുള്ള സിനിമയായിട്ട് അതിനെ കാണുന്നു. മലയാളി അവർ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് മലയാളിത്തമുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇവിടെ ചിലർ ചെയ്യുന്നത് എന്താ, മലയാള സിനിമയിൽ തെലുങ്കും തമിഴും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് മലയാളികൾക്ക് വേണ്ടെന്നേ. അവർക്ക് അത്തരം സിനിമകൾ കാണണമെങ്കിൽ അവർ തമിഴും തെലുങ്കും കണ്ടോളാം, അല്ലെ ഹിന്ദി കണ്ടോളാം. ഇപ്പോൾ ഭാഷയുടെ പ്രശ്നമില്ല, എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്നുണ്ട്, OTT-യിൽ വരുന്നുണ്ടല്ലോ. ഇനി അതിനേക്കാൾ പണം മുടക്കിയുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ കാണണമെങ്കിൽ ഞങ്ങൾ ഹോളിവുഡ് കണ്ടോളാം. ഹോളിവുഡ് സിനിമകൾ വരുന്നില്ലേ? അതെ. എന്തിനാണെന്ന് ഈ മലയാളത്തിൽ ആ മലയാളത്തിൻ്റെ കൾച്ചർ ഒഴിവാക്കിക്കൊണ്ട് എന്തിനാണ് നിങ്ങളൊരു സിനിമ ചെയ്യുന്നത്? മലയാളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, നമ്മുടെ സംസ്കാരം, അത് പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്നും നഷ്ടപ്പെട്ടു പോയില്ലാത്ത ഗ്രാമീണ കൾച്ചറുണ്ടല്ലോ, എല്ലാവരെയും സ്നേഹിക്കുന്ന മനസ്സുള്ള കഥാപാത്രങ്ങൾ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയതാണ് മലയാള സിനിമയുടെ ശാപം എന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ളൊരു തിരിച്ചുവരവ് മോഹൻലാലും ആഗ്രഹിച്ചിരുന്നു, മോഹൻലാലിനെ സ്നേഹിക്കുന്ന മലയാളികളും ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള സിനിമകളിൽ ചെന്ന് ഇപ്പോൾ എമ്പുരാൻ പോലെയുള്ള അല്ലെങ്കിൽ ഈ സാഗർ റിയാസ് ജാക്കി പോലെയുള്ള അത്തരം സിനിമകളേക്കാൾ തൻ്റെ പ്രേക്ഷകർക്ക് ഇതാണ് ഇഷ്ടമെന്നും തന്നെ അങ്ങനെ ഒപ്പം നിർത്താനാണ് ഇഷ്ടമെന്നും മോഹൻലാലും തിരിച്ചറിയുന്ന ഒരു കാലം വരുന്നു, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? മോഹൻലാൽ അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അടുത്തത് സത്യനന്ദിക്കാണ്ട സിനിമയാണ് ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാണ്ട സിനിമ അറിയാലോ, നമുക്ക് മലയാളിത്തമുള്ള സിനിമ എന്ന് പറയാം. എന്നാൽ ഞാൻ ഈ കാണുന്നത് രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന അധോലോക നായകനായി വന്നയാളാണല്ലോ. ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. എന്തുകൊണ്ടാണ്? അതിൽ സാധാരണ മനുഷ്യരുടെ ജീവിതവും കൂടെ പറയുന്നുണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് നഷ്ടം വരുന്ന എന്തുകൊണ്ടാണ് സിനിമകൾ വിജയിക്കാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കഥാംശം ഇല്ലാതെ വരിക, അതുപോലുള്ള കഥാപാത്രങ്ങളില്ലാതെ വരിക. ഇതാണ് പലപ്പോഴും സിനിമയ്ക്ക് പരാജയം സംഭവിക്കുന്നത്. ചില സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ബോംബെ അധോലോകം എന്നൊക്കെ പറഞ്ഞ്, അത് മലയാളികൾക്ക് അതൊരു വിഷയമല്ലെന്നേ. അവർക്ക് ബോംബെ അധോലോകത്തെക്കുറിച്ച് പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ കണ്ടിട്ടുള്ള അറിവേ ഉള്ളൂ. അങ്ങനെ അറിയാനേ അവർക്ക് താല്പര്യമുള്ളൂ. അവിടെ എത്തിപ്പെടുന്ന മലയാളി ജീവിത സാഹചര്യങ്ങളിലൂടെ അങ്ങനെ പോകുന്നൊന്നും കാണാൻ താല്പര്യമില്ല. അവർക്ക് മലയാളത്തിൻ്റെ കൾച്ചർ കൃത്യമായി വേണം. അത് മനസ്സിലാക്കുന്ന തിരക്കഥാകൃത്തുക്കളോ കഥാകൃത്തുക്കളോ സംവിധായകരോ ഒക്കെ വരുമ്പോഴാണ് സിനിമ ഒന്നുകൂടെ ഊർജ്ജസ്വലമാകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ മുംബൈ പശ്ചാത്തലമാക്കിയിട്ട് പണ്ട് ആര്യനും അഭിമന്യും ഒക്കെ വന്നിരുന്നു. പക്ഷേ അപ്പോഴും സാർ ഈ പറയുന്ന പോലെ റിലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സാധാരണക്കാരുമായി റിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ സിനിമകളിൽ വന്നത്. ആര്യനകത്തും അഭിമന്യുവിനകത്തും മോഹൻലാൽ എന്ന് പറയുന്നത് താഴെ പോകാവുന്നൊരു കഥാപാത്രം അവിടെ നിന്ന് എമർജ് ചെയ്ത് വരുന്നു, അങ്ങനെയല്ലേ? അതെ. ടി ദാമോദരൻ മാഷ് എന്ന് പറയുന്ന ഒരാളുടെ തിരക്കഥയുടെ ഒരു പ്രത്യേകതയാണത്. ഒരു മലയാളി ബോംബെ ചെന്നപ്പെട്ടു, അവിടെ ഫോക്കസ് ചെയ്ത അധോലോകത്തിൻ്റെ ആ ബ്രഹ്മാണ്ഡ കാര്യങ്ങളല്ല, ആ മനുഷ്യൻ്റെ ദയനീയതയും നിസ്സഹായതയും അയാളുടെ നാടുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ആയിരുന്നു. അതാണ് മനുഷ്യൻ റിലേറ്റ് ചെയ്യാൻ പറ്റുക. നേരെ മറിച്ച് അവിടെ പോയിട്ട് അധോലോക രാജാവായി ദാവൂദ് ഇബ്രാഹിമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥ പറഞ്ഞാൽ ഞാൻ ഇന്നും പറയുന്നു പടാൻ പരാജയമായിരിക്കും മലയാള സിനിമ എന്നുള്ള അർത്ഥത്തിൽ. ചിലപ്പോൾ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ് ഔട്ട്സൈഡൊക്കെ വിറ്റ് പോയേക്കാം. പക്ഷേ മലയാളി അതിനെ സ്വീകരിക്കണമെങ്കിൽ അതിനൊരു മലയാളിത്തം വേണം. അത് നമുക്ക് ഈ അടുത്ത കാലത്ത് വന്ന സിനിമകളൊക്കെ കാണാമല്ലോ, പരാജയപ്പെട്ട ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ അവസ്ഥ. അത് അർത്ഥമാക്കുന്നത്, അത് സൂചകമാണ്. മലയാളി പ്രേക്ഷകർ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന സൂചകങ്ങളാണ് ആ പരാജയ സിനിമകൾ. ഇപ്പം നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പോൾ പത്മരാജൻ്റെ വലിയൊരു കലാസൃഷ്ടി, അത് കഴിഞ്ഞപ്പോൾ ഭരതം എന്ന് പറയുന്നത് വേറൊരു ജോണറിൽ വരുന്നൊരു സിനിമ, അത് കഴിഞ്ഞപ്പോൾ ധനം. അപ്പോൾ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങളെ ആ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ മോഹൻലാലിനെയാണ് ചില ആളുകൾ മറ്റൊരു പെട്ടിയിലേക്ക് ആക്കാൻ നിർബന്ധിച്ചത്. അത് ശരിക്കും മോഹൻലാലിന് മനസ്സിലാകാഞ്ഞുകൊണ്ടാണോ? മോഹൻലാൽ മനസ്സിലാകാത്തതുകൊണ്ടല്ല. മോഹൻലാൽ അങ്ങനെ ഒരു മനുഷ്യനാണ്. നിരന്തരമായ നിർബന്ധങ്ങൾക്ക് വഴങ്ങി, സ്നേഹബന്ധങ്ങൾക്ക് വഴങ്ങി പലതും ചെയ്യും. ഞാൻ പേര് പറയുന്നില്ല, ഒരു സിനിമ തികഞ്ഞ പരാജയമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഞാൻ ലാലിനോട് ചോദിച്ചു, ലാൽജി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്നോട് ഒറ്റ മറുപടി പറയുന്നത്, പെട്ടുപോകല്ലേ എന്ന് പറഞ്ഞ ലാലുണ്ട്. അപ്പോൾ അദ്ദേഹം, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാളെ വേദനിപ്പിക്കണ്ട,
അയാൾ എന്നെ വെച്ചൊരു സിനിമ ചെയ്യാൻ വരുന്നു. ആദ്യം ഒരു തോട്ട് പറഞ്ഞു, അത് കൊള്ളാമെന്ന് തോന്നി, എഴുതി വന്നപ്പോൾ കുഴപ്പമാണ്. പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു സ്വപ്നമാണ്. ഈ ഒരു സിനിമ വരുന്നതോടെ ആ സ്വപ്നം തീരും, അത് വേറൊരു കാര്യം. പക്ഷേ ഒരു സിനിമ ചെയ്യുക എന്നുള്ള ആഗ്രഹം ഞാനായിട്ട് കളയണ്ട എന്ന് വിചാരിച്ചിട്ട് അയാൾ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഈ 45 വർഷമായിട്ടും അയാൾ നിൽക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനകൾ കൊണ്ടുകൂടിയായിരിക്കാം. പിന്നെ ഞാൻ ഈ തുടരുമേനെക്കുറിച്ച് വീണ്ടും വാചാലനാകുന്നത്, ഈ മോഹൻലാൽ തിരിച്ചു വന്നു, മോഹൻലാൽ മനുഷ്യനായി അവതരിച്ചു. മോഹൻലാലിനെ എന്താ പറയുക, വിദേശത്തുള്ള അധോലോക നായകന്മാർ വരെ ഭയപ്പെടുന്ന കഥാപാത്രമായിട്ടൊക്കെ കൊണ്ടുവരുന്നതിനേക്കാൾ ജനങ്ങൾക്കിഷ്ടം സാധാരണക്കാരനായ ഡ്രൈവറായ ബെൻസ് എന്ന് വിളിക്കപ്പെടുന്ന ആ കഥാപാത്രത്തെയാണ് എന്ന് മനസ്സിലാക്കിയാണ് തുടരും. അപ്പോൾ ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത് ആദ്യം തരൺമൂർത്തിക്കാണ്, പിന്നെ ഈ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത മോഹൻലാലിനാണ്, ഇത് നിർമ്മിക്കാൻ തീരുമാനിച്ച രഞ്ജിത്തിനാണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഭരതം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരുപാട് വികാര നിർഭരമായ രംഗമുണ്ട്. സ്വന്തം ജ്യേഷ്ഠൻ്റെ ചിത കത്തുന്ന ആ സമയത്ത് പിന്നീട് അത് മറച്ചു വെച്ച് വീട്ടിൽ ചെന്ന്, അപ്പോൾ സാർ അത് അടുത്ത് നിന്ന് കണ്ടാണ് മോഹൻലാലിനെ. അതേ മോഹൻലാലിൻ്റെ അതേ അഭിനയത്തിൻ്റെ ആ ശൈലി ഇപ്പോഴും തുടരുന്നു എന്ന് ഈ തുടരും നമുക്ക് പ്രൂവ് ചെയ്യുകയാണോ? ഇപ്പം ഭരതം ചെയ്യുന്ന സമയത്ത് ഉള്ള മോഹൻലാലിനേക്കാൾ ജീവിത അനുഭവങ്ങൾ ഒരുപാട് കിട്ടിക്കഴിഞ്ഞു മോഹൻലാലിന്. 28 വർഷം അല്ല 30 വർഷത്തിന് ശേഷം മോഹൻലാലിൻ്റെ അഭിനയത്തിൽ എന്നാൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യാസങ്ങളില്ല. പക്ഷേ ഒരിക്കലും റിപ്പീറ്റേഷൻ ആണെന്ന് തോന്നുന്നില്ല. ഒരു കഥാപാത്രത്തിൽ നിന്നും മറ്റൊരു കഥാപാത്രത്തിലേക്ക് വരുമ്പം അഭിനയത്തിൻ്റെ സൂക്ഷ്മത കൊണ്ടാണോ അതോ ആ മനുഷ്യന് കിട്ടിയ ജന്മസിദ്ധമായ കഴിവുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു കഥാപാത്രം റിപ്പീറ്റേഷനില്ല, മടുപ്പ് തോന്നില്ല. അങ്ങനെ ഒരു നടൻ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണാൻ മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ് പറയുക, അത് അത്ഭുത പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മോഹൻലാൽ മനുഷ്യനായി അവതരിച്ചു എന്ന് പറഞ്ഞത്. യേശുക്രിസ്തുവിനെ കുറിച്ചാണല്ലോ പറയുന്നത്, വിണ്ണിൽ നിന്നും ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചു. അങ്ങനെ മനുഷ്യൻ എന്ന് പറഞ്ഞ പോലെ വിണ്ണിൽ നിന്നിരുന്ന മോഹൻലാൽ, ബ്രഹ്മാണ്ഡ സിനിമകളിലെ അധോലോക നായകനായി നിന്നിരുന്ന മനുഷ്യൻ, ആ മോഹൻലാൽ ഇന്ന് ഒരു സാധാരണ മനുഷ്യനായി അവതരിച്ചു. അത് കേരളത്തിലെ ജനങ്ങൾ ഹർഷാരവത്തോടെ ഏറ്റെടുത്തിരിക്കുന്നു. അതിലുള്ള സന്തോഷം ഒരു ചലച്ചിത്ര പ്രവർത്തനം എന്ന നിലയ്ക്ക് ആ സന്തോഷം ഞാനും പങ്കുവെക്കുന്നു. തീർച്ചയായിട്ടും തുടരും പോലെയുള്ള നല്ല സിനിമകൾ ഇനിയും വരട്ടെ. മോഹൻലാലിൻ്റെ പഴയ ലാലേട്ടനായിട്ട് മലയാളികൾക്ക് തിരിച്ചു കിട്ടട്ടെ. എന്തായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച സാറിന് വളരെ നന്ദി. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.